Hello everyone. Today we are starting our second module, that is e-learning. This module consists with introduction of electronic learning, online education, knowledge resources on internet, online libraries, major technologies used in e-learning, different approaches for e-learning and e-learning in India. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനോട് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഇ ലേണിംഗ് എന്ന് പറയുന്ന ഈ മൊഡ്യൂൾ. ഓൾമോസ്റ്റ് എല്ലാ കോളേജസും തന്നെ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിരിക്കും ഉപയോഗിക്കുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഫസ്റ്റ് വി ക്യാൻ സീ ദ മീനിങ് ഓഫ് ഇ ലേണിംഗ്. It means learning with the use of electronic devices such as computer, laptop, tablet, mobile phone, etc. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് മുതലായ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ സഹായത്തോടെ ലേൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇൻറ്റൻഷണൽ യൂസ് ഓഫ് ഇലക്ട്രോണിക് മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ദാറ്റ് ഈസ് ICT, ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് ഈസ് റെഫേർഡ് ടു ആസ് ഇ ലേണിംഗ്. Here electronic media means electronic devices like a computer, mobile phone, laptop, etc. ICT refers to the technologies that provide access to information through telecommunications. നമുക്ക് ഇലക്ട്രോണിക് മീഡിയ പോരാ, ഇൻ്റർനെറ്റ് പോലുള്ള ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ട്. സോ ഇങ്ങനെ ഇലക്ട്രോണിക് മീഡിയയും ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിന് യൂസ് ചെയ്യുന്നതിനെയും ഇ ലേണിംഗ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡെഫിനിഷൻ ഓഫ് ഇ ലേണിംഗ്. It is defined as a learning system based on formalized teaching but with the help of electronic resources. ഇവിടെ നമ്മൾ ഈ ലേണിംഗ് സിസ്റ്റം കണ്ടക്ട് ചെയ്യുന്നത് ഫോർമലൈസ്ഡ് ടീച്ചിങ് മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ്. പക്ഷെ ഇവിടെ ഇലക്ട്രോണിക് ഡിവൈസസിലൂടെയാണ് ടീച്ചിങ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ഇറ്റ് റെഫേഴ്സ് ടു ദ ഡെലിവറി ഓഫ് ലേണിംഗ്, ട്രെയിനിങ് ഓർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ബൈ ഇലക്ട്രോണിക് മീൻസ്. സോ ഒരു ഇലക്ട്രോണിക് മീഡിയത്തിലൂടെ ലേണിങ്ങോ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമോ പ്രൊവൈഡ് ചെയ്യുന്നതിനെ ഇ ലേണിംഗ് എന്ന് പറയും. ഇതൊക്കെയാണ് ഇ ലേണിങ്ങിൻ്റെ ഡെഫിനിഷൻസ്. നെക്സ്റ്റ് വി ക്യാൻ സി ക്ലാസിഫിക്കേഷൻ ഓഫ് ഇ ലേണിംഗ്. ഇ ലേണിംഗ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3. ഫസ്റ്റ് വൺ ഈസ് synchronous learning. In this, the student and the instructor have to interact at the same time using the facility of internet. They have to be connected in real time. ഇവിടെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ സ്റ്റുഡൻറ്റിനും ടീച്ചർക്കും ഒരേ സമയത്ത് തന്നെ ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. ഗൂഗിൾ മീറ്റും സൂം പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ സിങ്ക്രണസ് ലേണിങ്ങിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് asynchronous learning. In this type of e-learning, there is no need of a live interaction between the instructor and the students. Synchronous learning ന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് asynchronous learning. ഇവിടെ സ്റ്റുഡൻറ്റും ടീച്ചറും തമ്മിലൊരു ലൈവ് ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഈ ക്ലാസ് ഒക്കെ നിങ്ങൾ യൂട്യൂബിലായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ തമ്മിലൊരു ലൈവ് ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നില്ല. അതൊക്കെ asynchronous ലേണിങ്ങിൻ്റെ എക്സാമ്പിൾ ആണ്. Next one is blended method. It is the combination of both synchronous and asynchronous learning. നമ്മൾ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുത്തിട്ട് ഗൂഗിൾ ക്ലാസ് റൂം വഴി മെറ്റീരിയൽസ് ഷെയർ ചെയ്യുന്നുണ്ട്. അവിടെ ബോത്ത് സിങ്ക്രണസ് ആൻഡ് എസിങ്ക്രണസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ യൂട്യൂബിലൊക്കെ ലൈവ് വരുന്ന സമയത്ത് ഒരു റിയൽ ടൈം ഇൻട്രാക്ഷൻ പോസിബിൾ ആണ്. അതേപോലെ ലൈവിന് ശേഷം ആ വീഡിയോ ആ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. അപ്പം അത് വീണ്ടും കാണാനും സാധിക്കും. അതൊക്കെ ഒരു ബ്ലെൻഡഡ് മെത്തേഡിലാണ് വരിക. ഇത്രയുമാണ് ഈ ലേണിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ. ബെനിഫിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഇ ലേണിംഗ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് convenience. Convenience means anytime access to the resources.
In e-learning, the resources are made available to the students at all the times of the day. So the students can use them anytime and anywhere they want. They can also schedule their time for learning purpose. E-learningന്റെ റിസോഴ്സസ് ഏത് സമയത്ത് വേണമെങ്കിലും സ്റ്റുഡൻസിന് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ളൊരു സമയം ഷെഡ്യൂൾ ചെയ്തിട്ട് ആ സമയത്ത് അവർക്ക് so we can say e-learning is very convenient for learners. Next advantage is enhanced learning. In regular learning, it is done by conversation between the teacher and students, and the use of smart technology is very less. But in case of e-learning, they can use digital resources like presentations and multimedia resources like images and videos, etc. They understand better the things which they see rather than read. So it increases the understanding and retention ability of the students. So multimedia like images and videos use ചെയ്യുന്നത് നോർമലി ഒരാൾ റീഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതേപോലെ റീറ്റൻഷൻ ഓർമ്മയിൽ വെക്കാനും അവർക്ക് സാധിക്കും. So we can say e-learning helps in depth understanding of topics and retention of course content. Next advantage is cost effective. In case of regular learning, it requires transportation cost for both students and teachers. The institution needs classroom rent, maintenance cost, etc. It can be avoided by using e-learning platforms. It also offers opportunities for learning maximum number of learners without making any physical infrastructure like buildings. So e-learningലൂടെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട ക്ലാസ് റൂം റെൻറ്റും മെയിൻ്റനൻസ് കോസ്റ്റൊക്കെ അവർക്കും സേവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ലേണേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതിന് വേറെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ ഒന്നും ആവശ്യമില്ല. Next advantage is individual learners differences. Understanding capacity of every individual is different. Some learners can understand in a single class, but others needs 2 or more classes for understanding the subject. സ്റ്റുഡൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് ഒറ്റ ക്ലാസ്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും, പക്ഷെ ബാക്കിയുള്ളവർക്ക് 2 അതിലധികമോ ക്ലാസ്സസ് ആവശ്യമായിട്ട് വരും. സോ ഇങ്ങനെയുള്ള സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ റെഗുലർ ക്ലാസ്സസിൽ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി കുറവുള്ള കുട്ടികളെ അങ്ങനെ പരിഗണിക്കാൻ പറ്റില്ല. കാരണം ടീച്ചേഴ്സ് വീണ്ടും വീണ്ടും സെയിം സബ്ജക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പോസിബിൾ അല്ല. പക്ഷെ ഈ ലേണിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി കുറവുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ആ വീഡിയോസ് ആണ് വീണ്ടും വീണ്ടും കാണാം, മെറ്റീരിയൽസ് ആണെങ്കിൽ വീണ്ടും വീണ്ടും ലേൺ ചെയ്തിട്ട് അതിലൂടെ അവർക്ക് സബ്ജക്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. So we can say e-learning consider individual learners differences. Next advantage is flexible. In regular learning, the student may have a fixed routine in which they have to sit together and learn from the teacher. Then the duration of the class is fixed. Then the topics to be discussed in the class are also fixed. But this is not the case in e-learning. The routine of e-learning is very flexible. The students can learn when they want and wherever they want. It is up to them what they want to study and for how much time they have to study. E-learning വളരെ ഫ്ലെക്സിബിൾ ആണെന്ന് നമുക്ക് പറയാം. സാധാരണ ഒരു റെഗുലർ ലേണിങ്ങിന് കോളേജിൽ പോയിട്ടായിരിക്കും അവർ ലേൺ ചെയ്യുന്നത്. അതേപോലെ ക്ലാസ് ഡ്യൂറേഷനും എടുക്കുന്ന ടോപ്പിക്സ് ഒക്കെ ഫിക്സഡ് ആയിരിക്കും. പക്ഷെ
ഈ ലേണിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഫ്ലെക്സിബിൾ. സ്റ്റുഡൻസിന് ഏത് സമയത്ത് വേണേലും ഏത് സ്ഥലത്ത് നിന്നാണേലും ലേൺ ചെയ്യാൻ പറ്റും. പിന്നെ എത്ര സമയം പഠിക്കണമെന്നോ എന്തൊക്കെ പഠിക്കണമെന്നൊക്കെ സ്റ്റുഡൻസിന്റെ തന്നെ താല്പര്യം അനുസരിച്ചിട്ടായിരിക്കും. സോ വി ക്യാൻ സേ ഈ ലേണിംഗ് ഈസ് വെരി ഫ്ലെക്സിബിൾ. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് anonymity. Students can take more time to think and reflect before communicating. Even shy students can perform well online because of the anonymity of the online environment. ഈ ലേണിങ്ങിൽ സ്റ്റുഡൻസ് ആരാന്ന് ആ ടീച്ചർക്ക് അറിയണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കാം. അതേപോലെ താൻ ചോദിക്കുന്ന സംശയം എന്തെങ്കിലും മണ്ടത്തരമാണോ എന്നുള്ള പേടിയൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള സമയം അവർക്ക് കിട്ടുന്നുണ്ട്. സോ എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. The next advantage is easy collaboration. When a number of students work together on the same topic, they face problems while they study together using the regular learning methods. E-learning gives them a good opportunity. They connect to each other at any time and anywhere. They can share resources, discuss and learn. E-learning യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് പരസ്പരം ഡിസ്കസ് ചെയ്തുകൊണ്ട് ലേൺ ചെയ്യാൻ സാധിക്കും. ഒരു റെഗുലർ ലേണിങ്ങിൽ അവർക്കൊരു ക്ലാസ് റൂമിൽ ചെല്ലാതെ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നത് പോസിബിൾ അല്ല. സോ ഈ ലേണിങ്ങിലാണെങ്കിൽ അവർക്ക് ഈ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഏത് സമയത്ത് അല്ലെങ്കിൽ ഏത് പ്ലേസിലാണേലും കണക്ട് ചെയ്യാൻ പറ്റും. സോ e-learning provide an easy collaboration for students. Next benefit of e-learning is greener approach. The regular learning method uses pen, pencils and paper. Even the examinations are conducted on a pen-paper medium. We know that these papers and pencils are made up of wood. Also, the use of transportation by students and teachers causes pollutions. But in e-learning, everything is digital. So there is no need for papers and pencils. Everything is noted using electronic devices. Then the students do not have to go to the schools. So there is no need of transportation. E-learning ഒരു ഗ്രീനർ അപ്രോച്ച് ആണെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ റെഗുലർ മെത്തേഡ്സിൽ പേപ്പേഴ്സും പെൻസിൽസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ മരത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മരം മുറിക്കുന്നത് നമുക്ക് ഈ ലേണിങ്ങിലൂടെ ഒരു പരിധി വരെ തടയാൻ സാധിക്കും. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റുഡൻസ് ഒന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് ട്രാൻസ്പോർട്ടേഷൻ വഴിയുള്ള പൊല്യൂഷനും കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. This shows that e-learning follows a greener approach. Next topic is drawbacks or disadvantages of e-learning. First drawback of e-learning is isolation. E-learning is a solo act which may give the learner the feeling that they are acting completely alone. താൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് ലേണർക്കൊരു ഫീലിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു ഒറ്റപ്പെടൽ അയാളുടെ പേഴ്സണാലിറ്റിനെ തന്നെ മൊത്തത്തിൽ ബാധിക്കും. അതുകൊണ്ട് ഇത് ഈ ലേണിങ്ങിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണെന്ന് പറയാം. നെക്സ്റ്റ് ഡ്രോബാക്ക് ഈസ് നോ കൺട്രോൾ. In the case of regular learning, the learning controlled by the teacher. The teacher motivates the students to study. Also, the teacher makes a regular routine for the student. This makes learning necessary for them. But in case of e-learning, it is just opposite. The control is in the hands of the student. It is the student who decides what to study and when to study.
So there is a chance of students become careless. This is one of the major drawbacks of e-learning. ഒരു റെഗുലർ മീറ്റിങ്ങിൽ ക്ലാസിന്റെ കൺട്രോൾ ടീച്ചറിന്റെ കയ്യിലായിരിക്കും. അതേപോലെ ടീച്ചർ അവരെ പഠിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ലേണിംഗ് എന്ന് പറയുന്നത് അവർക്കൊരു നെസസറി ആക്ടിവിറ്റി ആയിരിക്കും. പക്ഷെ ഈ ലേണിങ്ങിൽ സ്റ്റുഡൻറ്റിന്റെ കയ്യിലായിരിക്കും കൺട്രോൾ. പഠിക്കണോ വേണ്ടയോ എന്ന് അവരായിരിക്കും തീരുമാനിക്കുക. എപ്പോൾ പഠിക്കണം അല്ലെങ്കിൽ എന്ത് പഠിക്കണമെന്ന് അവർ തീരുമാനിക്കും. അതുകൊണ്ട് ചില സ്റ്റുഡൻസ് ഒക്കെ ഈ കാര്യങ്ങൾ കൂടുതൽ ദിവസങ്ങളിലേക്ക് മാറ്റി വെച്ച് കൊണ്ടുപോകും. അവസാനം എല്ലാം കൂടെ അവർക്ക് ഒരുമിച്ച് പഠിക്കാനും പറ്റിയെന്ന് വരില്ല. സോ ഈ ലേണിങ്ങിൽ ഒരു കൺട്രോൾ ഉണ്ടാവില്ല. നെക്സ്റ്റ് ഡ്രോബാക്ക് ഈസ് lack of interaction. In the regular learning technique, the students interact with each other face to face. But e-learning does not provide a regular interaction between the students. If there is no discussion between the students, they will think only in one direction. They will not get to know what other people feel at the same topic, and they will not be able to compare their views. ഒരു റെഗുലർ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് തമ്മിൽ പരസ്പരം ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. അതേപോലെ സ്റ്റുഡൻസും ടീച്ചറും തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റുഡൻസ് പരസ്പരം ഡിസ്കസ് ചെയ്തോ അല്ലെങ്കിൽ ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്തോ അപ്പം തന്നെ ക്ലിയർ ചെയ്തു പോവാം. പക്ഷേ ഈ ലേണിങ്ങിന്റെ കാര്യത്തിൽ അവർക്ക് ലേൺ ചെയ്യുന്ന ആ ടൈമിൽ അതിനെക്കുറിച്ച് ഒരിക്കലും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോ സമയത്തായിരിക്കും ലേൺ ചെയ്യുന്നത്. അതിനുശേഷം ആരൊക്കെ എന്തൊക്കെയാണ് ലേൺ ചെയ്തതെന്ന് കറക്റ്റായിട്ട് അറിയാനും പറ്റില്ല. സോ ഇവിടെ ഒരു ഇൻട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് സ്റ്റഡിയൊക്കെ അവർക്ക് ബോറായിട്ടും തോന്നി തുടങ്ങും. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഈസ് technology dependent. E-learning depends solely on technology, computers and internet necessary for e-learning. When someone wants to join in e-learning, he needs a computer or mobile phone and an internet connection with good speed, and also requires some specific software for e-learning. So we can say e-learning needs an investment. ഈ ലേണിംഗ് ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഈ ലേണിങ്ങിന് നമുക്കൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വേണം. അതിനോടൊപ്പം തന്നെ ഒരു നല്ല സ്പീഡുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷനും വേണം. ചിലപ്പോൾ ഓരോ ലേണിംഗ് പ്ലാറ്റ്ഫോം അനുസരിച്ചിട്ട് സെപ്പറേറ്റ് സോഫ്റ്റ്വെയർസും വേണ്ടി വരും. അപ്പൊ അതിനൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം. അതുപോലെ തന്നെ ഈ ഇന്റർനെറ്റിന്റെ സ്പീഡൊക്കെ ഡിപ്പെൻസ് ആണ്. നമുക്ക് എപ്പോഴും നല്ല സ്പീഡ് കിട്ടിക്കൊള്ളണമെന്നില്ല. അത് ഓരോ പ്ലേസ് അനുസരിച്ച് അല്ലെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് മാറും. അതേപോലെ കമ്പ്യൂട്ടേഴ്സിനും മൊബൈൽ ഫോൺസിനൊക്കെ എപ്പോൾ വേണമെങ്കിലും കേടുപാട് സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലേണിംഗ് മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വി ക്യാൻ സേ ഇറ്റ് ഈസ് ടെക്നോളജി ഡിപ്പെൻഡന്റ് ആൻഡ് ഇറ്റ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇ ലേണിംഗ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഈസ് no practical work. E-learning is very helpful in providing theoretical knowledge, but there is no practical session for the students. The students may be provided with the videos in which the practical use of their knowledge is shown, but that is not enough. The practical cannot be fully explained until they have done it by themselves. In scientific fields, it requires more practical work. So this is considered as a greatest drawback of e-learning. ഈ ലേണിങ്ങിലൂടെ പ്രാക്ടിക്കൽ വർക്ക് ഒന്നും കണ്ടക്ട് ചെയ്യാൻ സാധിക്കില്ല. ഈ സയന്റിഫിക് ഫീൽഡ് അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാക്ടിക്കൽ വർക്ക് എന്തായാലും വേണം. സോ ഒരു തിയററ്റിക്കൽ നോളജിന് അപ്പുറത്തേക്കൊന്നും ഈ ലേണിങ്ങിലൂടെ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രാക്ടിക്കൽ വർക്ക് ഡെമോ ആയിട്ട് ഓരോരുത്തർക്ക് കാണിച്ചു കൊടുത്താലും അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ സ്റ്റുഡൻസിന് അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ വർക്ക് പോസിബിൾ അല്ല. ഇത് ഈ ലേണിങ്ങിന്റെ വലിയൊരു ഡ്രോബാക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഈസ് health related concerns.
E-learning requires the use of a computer and other such devices. This will cause eye strain, bad posture, and other physical problems may affect the learner. E-learning നമ്മൾ ഏതെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസസ് ലൈക്ക് കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് യൂസേജ് നമുക്ക് ഐ സ്ട്രെയിൻ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ നമുക്ക് അധികം ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനുണ്ടാവില്ല. നമ്മൾ എവിടെയെങ്കിലും ഇരുന്നിട്ടൊക്കെ ആയിരിക്കും ഈ ലേണിങ്ങിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ ഒരു ബാഡ് പോസ്റ്ററിന് കാരണമാവും. അതേപോലെ വേറെയും കുറേ ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഈസ് നെഗറ്റീവ് എഫക്റ്റ് ഓൺ കമ്മ്യൂണിക്കേഷൻ. E-learning has a negative effect on improvement in communication skills of learners. Though learners have an excellent knowledge in academics, they may not possess the needed skills to deliver their acquired knowledge to others. ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഈ ലേണിങ്ങിലൂടെ സാധിക്കില്ല. അക്കാദമിക്സിലൊക്കെ അവർക്ക് എക്സലൻറ്റ് നോളജ് ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ കിട്ടുന്ന നോളജ് മറ്റൊരാൾക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടത്ര സ്കിൽസ് അവരുടെ അടുത്ത് ഉണ്ടാവില്ല. സോ ദിസ് ഈസ് ഓൾസോ എ ഡ്രോബാക്ക് ഓഫ് ഇ ലേണിംഗ്. ഗ്രേറ്റർ ചാൻസ് ഫോർ malpractices. In e-learning, there is a chance for the involvement of proxy, and that leads to many bad activities like malpractices. ഈ ലേണിങ്ങിൽ ഒരു പ്രോക്സിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റുഡൻസിന് വേണേൽ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ടൈമിൽ മറ്റൊരാളുടെ സഹായത്തോടെ ആ എക്സാംസ് എഴുതാൻ സാധിക്കും. അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രോപ്പർ ആയിട്ടുള്ളൊരു അസസ്മെന്റ് നടക്കില്ല. ഇതെല്ലാം ഒരു മാൽ പ്രാക്ടീസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ അസൈൻമെന്റ്സ് ഒക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ പൈറസിക്കും പ്ലാജിയറിസത്തിനും കാരണമാകുന്നു. ഇത്രയുമാണ് ഡ്രോബാക്സ് ഓഫ് ഇ ലേണിംഗ്.